Hello students, today we will see an important property of a rotational motion that is torque. So far we have seen angular momentum. Angular momentum is a moment of linear momentum, that is what we have defined. That is now here the torque is, you can say that it is the moment of force. So torque is defined as R cross F. അപ്പോൾ R cross F എന്നാണ് നമ്മൾ ടോർക്ക് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. നമുക്കിതിനെ ലീനിയർ മൊമെൻറ്റം ആംഗുലർ മൊമെൻറ്റുമായിട്ടുള്ള റിലേഷൻ പോലെ തന്നെ കാണാം. ഇപ്പോൾ മൊമെൻറ്റ് ഓഫ് ലീനിയർ മൊമെൻറ്റം ഇസ് ആംഗുലർ മൊമെൻറ്റം. ദാറ്റ് ഈസ് നമ്മളെങ്ങനെ ഡിഫൈൻ ചെയ്തത് L is equal to R cross MB എന്നെഴുതി, അല്ലെങ്കിൽ R cross P എന്നെഴുതി. P is the linear momentum. ഇവിടെ അതേപോലെ തന്നെ ടോർക്ക് നടന്നത് R ക്രോസ് എഫ് ആണ്, വേർ എഫ് ഇസ് ദ ലീനിയർ ഫോഴ്സ്. ഓക്കെ, അപ്പോൾ ഇവിടെ അതേ രീതിയിൽ തന്നെ ആംഗുലർ മൊമെൻറ്റവും ലീനിയർ മൊമെൻറ്റവും തമ്മിലുള്ള റിലേഷൻ പോലെ തന്നെ നമുക്ക് ടോർക്കും ഫോഴ്സും തമ്മിലൊരു റിലേഷൻ കാണാൻ സാധിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ യു ഹാവ് ടു കൺസിഡർ എ പോയിന്റ് മാസ് എം വിച്ച് ഹാസ് എ സെൻസ് ഓഫ് റൊട്ടേഷൻ. അപ്പോൾ നമുക്കിവിടെ അതിൻ്റെ പൊസിഷൻ വെക്റ്റർ ആർ ആയിട്ട് എടുക്കാം. അപ്പോൾ ഇവിടെ സെൻസ് ഓഫ് റൊട്ടേഷൻ ഇത് ഇവിടുന്ന് ഇങ്ങനെ മൂവ് ചെയ്യാണ്. അപ്പോൾ ഇവിടെ ഈ ആർ ആണ് ഇതിൻ്റെ പൊസിഷൻ വെക്റ്റർ ആൻഡ് ലീനിയർ ഫോഴ്സ് എഫ് ഈസ് ആക്ടിങ് ഓൺ ദ പാർട്ടിക്കിൾ ഇൻ ദിസ് വേ. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ടോർക്ക് ടോ ഇസ് ഡിഫൈൻഡ് ആസ് ആർ ക്രോസ് എഫ്. നമ്മളിതിൻ്റെ ഡയറക്ഷൻ നമ്മൾ എടുക്കുകയാണെങ്കിൽ എങ്ങനെയാണ്, നമ്മൾ ലീനിയർ മൊമെൻറ്റ് ആംഗുലർ മൊമെൻറ്റത്തിൻ്റെ ഡയറക്ഷൻ എടുത്ത പോലെ തന്നെ യു ഹാവ് ടു കീപ് യുവർ തം ഇൻ ദ ഡയറക്ഷൻ ഓഫ് R, and you have to curl the fingers in the direction of F, then your thumb will point in the direction of the angular, thumb will give the direction of the torque. So here you can say that this is in the xy plane anengil your torque, the torque will be in the z direction, that will be out of the paper, out of this plane. Ee plane perpendicular ആയിട്ട് towards you, our direction ആയിരിക്കും torque and the direction. Okay, so the torque is equal to R cross F and the magnitude of torque is given by R perpendicular to F. നമ്മൾ നേരത്തെ ആംഗുലർ മൊമെൻറ്റിൻ്റെ കാര്യത്തിൽ ചെയ്ത അതേപോലെ അതേ അനലോജി തന്നെയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ആൻഡ് യു ക്യാൻ ഓൾസോ റൈറ്റ് ടോ ഇസ് ഈക്വൽ ടു ഡിറ്റർമിനൻറ്റ് ഐ ജെക്ക് എക്സ് വൈ സെറ്റ് എഫ് എക്സ് എഫ് ഐ ആൻഡ് എഫ് സെറ്റ്. എക്സ് വൈ സെറ്റ് എന്നത് കമ്പോണൻസ് ഓഫ് ആർ ആണ്, and fx y z എന്നത് കമ്പോണൻറ്റ് ഓഫ് ഫോഴ്സ് ആണ്. എക്സ് കമ്പോണൻറ്റ്, വൈ കമ്പോണൻറ്റ്, സെഡ് കമ്പോണൻറ്റ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മുടെ ആംഗുലർ മൊമെൻറ്റത്തിന് ചെയ്തതുപോലെ തന്നെയാണ് ടോർക്കിൻ്റെ കാര്യത്തിലും നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, സോ ഇതിന് ടോർക്കിൻ്റെ പ്രത്യേകതകളാണ് നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത്. ടോർക്ക് ഡിപ്പെൻഡ്സ് ഓൺ ദി ഒറിജിൻ വി ചൂസ് ബട്ട് ഫോഴ്സ് ഡസ് നോട്ട്. അപ്പോൾ നമുക്കറിയാം ആംഗുലർ മൊമെൻറ്റം പോലെ തന്നെ ടോർക്ക് വിൽ ഡിപ്പെൻഡ് ഓൺ ദി ഒറിജിൻ വി ചൂസ്. നമ്മൾ എവിടെയാണ് ഒറിജിൻ എടുക്കുന്നത് വെച്ചാൽ അതിനനുസരിച്ച് ടോർക്കിൻ്റെ വാല്യൂ ഡിഫറെൻ്റ് ആയിരിക്കും. നമ്മൾ നേരത്തെ കണ്ടു ആംഗുലർ മൊമെൻറ്റത്തിൻ്റെ വാല്യൂ അല്ലെങ്കിൽ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ, ദോസ് ടു തിങ്സ് ചേഞ്ചസ് വിത്ത് ദ ഒറിജിൻ ദാറ്റ് വി ചൂസ്. ഹിയർ ദ ടോർക്ക് ഇസ് ഓൾസോ ഇൻ ദ സെയിം വേ. ദ വാല്യൂ ഓഫ് ടോർക്ക് ഡിപ്പെൻഡ്സ് ഓൺ ദി origin we choose, but the force does not. ഫോഴ്സിൻ്റെ വാല്യൂ നമ്മുടെ എവിടെ ഒറിജിൻ അനുസരിച്ച് മാറില്ല. ഫോഴ്സ് ഇസ് ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സലറേഷൻ എന്ന് പറയാം. അപ്പോൾ നമുക്ക് ഫോഴ്സിൻ്റെ വാല്യൂ വരുന്നത് കോൺസ്റ്റൻ്റ് ആയിരിക്കും. അല്ലെങ്കിൽ അത് നമ്മൾ എവിടെയാണ് ചൂസ് ചെയ്യുന്നത്, നമ്മൾ എവിടെ നിന്നാണ് ഫോഴ്സിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നതനുസരിച്ച് നമുക്ക് ഫോഴ്സിൻ്റെ വാല്യൂ ചേഞ്ച് ആവുന്നില്ല. ഓക്കെ, പിന്നെ അതേപോലെ നമുക്ക് കാണാൻ പറ്റും, വി സി ദ ഡെഫിനിഷൻ ഓഫ് ടോർക്ക് ദാറ്റ് ഇസ് ടോ ഇസ് ഈക്വൽ ടു ആർ ക്രോസ് എഫ്. ആൻഡ് ഇതിന് നമുക്കൊരു കാര്യം മനസ്സിലാക്കാൻ പറ്റും, ടോ ആൻഡ് എഫ്, ദാറ്റ് ഈസ് ടോർക്ക് ഈസ് ഓൾവേസ് പെർപെൻഡിക്കുലർ ടു ദി ഫോഴ്സ്. ടോർക്ക് എപ്പോഴും ഫോഴ്സിന് പെർപെൻഡിക്കുലർ. ഇത് നമ്മൾ ക്രോസ് പ്രൊഡക്റ്റിൻ്റെ ഡെഫിനിഷൻ നമുക്ക് അറിയാം. എ ക്രോസ് ബി ആണെങ്കിൽ A cross B, the resultant value will be perpendicular to both A and B. അതേപോലെ ഇവിടെ ടോ will be perpendicular to both R and F. Okay, and ഇത് രണ്ടും ടോർക്ക് ആൻഡ് ഫോഴ്സ് will be always mutually perpendicular. Okay, പിന്നെ വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, there can be a torque on a system with zero net force. നെറ്റ് ഫോഴ്സ് 0 ആണെങ്കിലും
there can be torque, and there can be force with zero net torque. തിരിച്ചും സംഭവിക്കാം, ഫോഴ്സ് ഉണ്ടാവാം, ടോർക്ക് സീറോ ആവാം. അതുപോലെ ടോർക്ക് സീറോ ആവാം, ബട്ട് ദർ മേ ബി നെറ്റ് ഫോഴ്സ് ഓൺ ദി സിസ്റ്റം. നമ്മൾ അതിൻ്റെ എക്സാമ്പിൾ നോക്കുകയാണ്. നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു സീ ദാറ്റ് ഇൻ ഡീറ്റെയിൽ. അപ്പോൾ ഇവിടെ ഇൻ ജനറൽ ദർ വിൽ ബി ബോത്ത് ടോർക്ക് ആൻഡ് ഫോഴ്സ്. ദീസ് 3 cases ആർ ഇലിസ്ട്രേറ്റഡ് ഇൻ ദി സ്കെച്ചസ് ഫിഗർ. അപ്പോൾ 3 കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്ന് എന്തൊക്കെയാണ്? ടോർക്ക് ഉണ്ടാവാം, ഫോഴ്സ് സീറോ ആവാം. അതുപോലെ ഫോഴ്സ് ഉണ്ടാവാം, ടോർക്ക് സീറോ ആകാം. അതുപോലെ രണ്ടും ഉണ്ടാവാം, ടോർക്കും ഫോഴ്സും ഉണ്ടാവാം. അപ്പോൾ ഫസ്റ്റ് കേസ് ഇവിടെ നമ്മൾ എടുക്കുന്നത് നോക്കാം. നമ്മൾ ടോർക്കും ഫോഴ്സും കണ്ടുപിടിക്കും. യു ഹാവ് എ വീൽ, യു ഹാവ് എ സിസ്റ്റം ഇൻ ദിസ് വേ. ഇതിൽ നമുക്ക് ഇതാണ് നിങ്ങളെ ഒറിജിൻ എടുക്കുന്നത്. ഇവിടെയാണ് നിങ്ങളെ പാർട്ടിക്കിൾ ഉള്ളത്. ആൻഡ് ദ പാർട്ടിക്കിൾ ഈസ് അറ്റ് എ ഡിസ്റ്റൻസ് ആർ, ക്യാപിറ്റൽ ആർ ഫ്രം ദി ഒറിജിൻ. ആൻഡ് ഈ പോയിന്റിലാണ് നമ്മൾ ടോർക്കും അതുപോലെ ഫോഴ്സും കണ്ടുപിടിക്കാൻ പോകുന്നത്. ഈ ഇതിൽ അപ്പോൾ ഇവിടെ നമ്മൾ ഫോഴ്സിൻ്റെ ഡയറക്ഷനാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. സോ ഫസ്റ്റ് നമുക്ക് ടോർക്ക് എന്താണെന്ന് നോക്കാം. ഫോഴ്സിൻ്റെ ഡയറക്ഷൻ ഇങ്ങനെയാണ്. ആൻഡ് ആർ ഈസ് ഫ്രം ഒറിജിൻ ടു ദിസ് പോയിന്റ്. ഇവിടുന്ന് ഇങ്ങോട്ടേക്കാണ് ആറിൻ്റെ ഡയറക്ഷൻ. അപ്പോൾ നമ്മൾ അതിൻ്റെ ടോർക്കിൻ്റെ വാല്യൂ കാണണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ടോർക്കിൻ്റെ ഡയറക്ഷൻ കാണണം. സോ ഫോർ ദാറ്റ് യു ഹാവ് ടു കീപ് യുവർ റൈറ്റ് ഹാൻഡ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് പൊസിഷൻ വെക്റ്റർ ആർ, ക്യാപിറ്റൽ ആർ ഡയറക്ഷനിൽ വയ്ക്കുക. ആൻഡ് യു ഹാവ് ടു കേൾ യുവർ ഫിംഗർ ഇൻ ദ ഡയറക്ഷൻ ഓഫ് എഫ്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ ഈ ഫസ്റ്റ് കേസിൽ നമ്മളിങ്ങനെ വയ്ക്കുന്ന സമയത്ത് യു ക്യാൻ സീ ദാറ്റ് യുവർ തമ്പ് ഈസ് പോയിൻറ്റിങ് ടുവേർഡ്സ് യു, ദാറ്റ് ഈസ് ഔട്ട് ഓഫ് ദി സ്ക്രീൻ. തമ്പിൻ്റെ ഡയറക്ഷൻ ഔട്ട് ഓഫ് ദി സ്ക്രീനാണ്, നിങ്ങളെ നേരെയാണ് പോയിന്റ് ചെയ്തത്. ഓക്കെ, സോ ടോർക്ക്, ഇവിടെയുള്ള ടോർക്ക് ടുവേർഡ്സ് യു ആണ് ഡയറക്ഷൻ. ഇനി ഇവിടെ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇതേപോലെ ആറിൻ്റെ ഡയറക്ഷൻ ഇവിടെ ഇങ്ങോട്ടേക്കാണ്. അപ്പോൾ നമ്മൾ ആ ഡയറക്ഷനിൽ നിങ്ങൾ റൈറ്റ് ഹാൻഡ് വയ്ക്കുന്നു. ആൻഡ് യു ഹാവ് ടു കേൾ യുവർ ഫിംഗേഴ്സ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് എഫ്. അപ്പോൾ എഫ് താഴേക്കാണ്. അപ്പോൾ താഴേക്ക് ഡയറക്ഷനിലേക്ക് നിങ്ങൾ ഫിംഗേഴ്സ് കേൾ ചെയ്യുന്നു. ഇപ്പം നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഇവിടെ എന്താണ്, ദ തമ്പ് ഈസ് പോയിൻറ്റിങ് ടുവേർഡ്സ് യു. അപ്പോൾ ഔട്ട് ഓഫ് ദി പ്ലെയിൻ ആണ് നിങ്ങളെ ടോർക്കിൻ്റെ ഡയറക്ഷൻ. അപ്പോൾ ഈ 2 കേസിലും ടോർക്കിൻ്റെ ഡയറക്ഷൻ ടുവേർഡ്സ് യു ആണ്. സോ യു ക്യാൻ ആഡ് അപ്പ്, അല്ലേ? ഒരേ ഡയറക്ഷനാണ് ടോർക്ക്. സോ ഇവിടെ ഇതെന്താ, ആർ ഇൻറ്റു എഫ് ആണ്. ആർ ക്രോസ് എഫ് എന്ന് പറഞ്ഞാൽ ആർ ഇൻറ്റു എഫ് വരും. സോ ആർ ഇൻറ്റു എഫ് ആണ് ഇവിടുത്തെ ടോർക്ക്. ഇവിടുത്തെ ടോർക്കും ആർ ഇൻറ്റു എഫ്, അത് ഒരേ ഡയറക്ഷനിലാണ്, ടുവേർഡ്സ് യു ആണ്. So total torque will be equal to 2r into f. Rf plus rf എന്ന് വരും. So that will be equal to r into 2r. Okay. ഇനി ഇവിടുത്തെ ഫോഴ്സ് നോക്കിക്കഴിഞ്ഞാൽ എന്താ വരിക? ഇവിടെ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ ഇങ്ങോട്ടേക്കാണ്, അപ്പ് ടുവേർഡ്സ് ഈ ഡയറക്ഷൻ, പോസിറ്റീവ് ഉണ്ടാവും. ഇവിടെ അതേപോലെ ഈക്വൽ ഫോഴ്സ് തന്നെയാണ്, പക്ഷെ ഡൗൺ ആയിരിക്കും, താഴേക്ക്, നെഗറ്റീവ് ഡയറക്ഷനാണ്. അപ്പോൾ നെറ്റ് എന്തായിരിക്കും? പ്ലസ് എഫ് മൈനസ് എഫ് വരും. സോ ടോട്ടൽ ഫോഴ്സ് വിൽ ബി 0. ഫോഴ്സ് 0 ആയിരിക്കും ഇവിടെ ഉണ്ടാവും. ഇനി ഇതാണ് ഇപ്പോൾ ഇവിടുത്തെ കേസ് നമുക്ക് പറയാം. ഹിയർ ദ ടോർക്ക് ഈസ് നോട്ട് 0 ബട്ട് ദ നെറ്റ് ഫോഴ്സ് ഇസ് 0. ഇപ്പോൾ ടോർക്ക് 0 അല്ല അല്ലെങ്കിൽ ഫോഴ്സ് 0 ആവും. അല്ലെങ്കിൽ ഫോഴ്സ് 0 ആയാൽ ഇറ്റ് ഡസൻറ്റ് മീൻ ദാറ്റ് ദ ടോർക്ക് ഹാസ് ടു ബി 0. നെറ്റ് ഫോഴ്സ് 0 ആയിക്കഴിഞ്ഞാൽ ടോർക്ക് 0 ആവണമെന്നില്ല. അപ്പം അത് ഓർത്തിരിക്കാൻ, നെറ്റ് ഫോഴ്സ് 0 ആയാലും ടോർക്ക് 0 ആവണമെന്നില്ല. അതായത് ഈ രണ്ട് പോയിന്റിലും exist torque and both torques are in the same direction, so you can add up and you get the value of 2rf. Okay, അപ്പോൾ ഇവിടെ ഇതാണ് ഫസ്റ്റ് കേസ്. നെക്സ്റ്റ് കേസ് ഇവിടെ നോക്കാം. ഇവിടെ ഇത് തന്നെയാണ്. ഇവിടെ പോയിന്റ് ആർ ഉണ്ട്. ആറിന് യു ഹാവ് ദ പൊസിഷൻ വെക്റ്റർ. അപ്പോൾ ഇത് ഇവിടെ വരയ്ക്കും, വിട്ടുപോയതാണ്. നമുക്ക് വരച്ചേക്കാണെങ്കിൽ ദിസ് ഈസ് ദ പൊസിഷൻ വെക്റ്റർ. ഓക്കെ, അപ്പം ഇവിടെ ഇതുപോലെ ഇതാണ് ആറ്. ഓക്കെ, ഇനി ഇവിടെ നോക്കാം, ആറ് ഇതാണ്. ഇവിടെ നമുക്ക് ഫസ്റ്റ് ടോർക്ക് എടുക്കാം. ടോർക്ക് എടുക്കുന്ന സമയത്ത് എന്താ വരിക? ഇവിടെ നമുക്ക് നോക്കാം ആദ്യം. ഇപ്പം ഇവിടെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ആറിൻ്റെ വാല്യൂ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് കേട്ടോ. അപ്പോൾ ഇവിടെ ഇങ്ങനെ നമ്മൾ എല്ലാം 6 വെച്ച് കഴിഞ്ഞാൽ ഫോഴ്സ് താഴേക്ക് ടുവേർഡ്സ് യു ആയിരിക്കും. ഈ പോയിന്റിൽ നിങ്ങളുടെ ടോർക്കിൻ്റെ ഡയറക്ഷൻ നമ്മളിവിടെ ചെയ്ത പോലെ തന്നെ ഇത് തന്നെയാണ് ഇവിടുത്തെ കാര്യം.
ആറ് ഇവിടുന്ന് ഇങ്ങോട്ടേക്കാണ് ആറ്, ഈ പോയിന്റിൽ നിന്ന് ഇങ്ങോട്ടേക്ക്. സോ ആ ഡയറക്ഷനിൽ നിങ്ങൾ റൈറ്റ് ഹാൻഡ് പ്ലേസ് ചെയ്യുന്ന സമയത്ത് വയ്ക്കുക, റൈറ്റ് ഹാൻഡ് വയ്ക്കുക. പിന്നെ ഫോഴ്സിൻ്റെ ഡയറക്ഷനിലേക്ക് നിങ്ങളുടെ ഫിംഗേഴ്സ് കേൾ ചെയ്യുക. then the torque will be towards, the direction of torque will be towards you. അതായത് ഔട്ട് ഓഫ് ദി പേപ്പർ ആയിരിക്കും, ഔട്ട് ഓഫ് ദി പ്ലെയിൻ ആയിരിക്കും നിങ്ങളുടെ ടോർക്കിൻ്റെ ഡയറക്ഷൻ. ഈ പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ എന്താ വരിക? യു ഹാവ് ടു കീപ് യുവർ റൈറ്റ് ഹാൻഡ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ദി പൊസിഷൻ വെക്ടർ ആർ. പിന്നെ നമ്മുടെ ഫിംഗേഴ്സ് ഏത് ഡയറക്ഷനിൽ കേൾ ചെയ്യുക? നിങ്ങളുടെ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ. അപ്പം നമുക്ക് കാണാം നമ്മുടെ തമ്പ് ഇൻ ടു ദി പ്ലെയിൻ ആയിട്ടാണ് പോയിന്റ് ചെയ്യുന്നത്, ഇൻ ടു ദി പേപ്പറാണ്, ടുവേർഡ്സ് യു അല്ല അവേ ഫ്രം യു. അതായത് ഇൻ ടു ദി, നേരത്തേക്ക് ഔട്ട് ഓഫ് ദി പ്ലെയിൻ ആയിരുന്നു, ഔട്ട് ഓഫ് ദി സ്ക്രീൻ ആയിരുന്നു, ഇപ്പോൾ ഇൻ ടു ദി സ്ക്രീനാണ്. അപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ നേരത്തെ ഇവിടെ ഈ പോയിന്റ് എടുത്തു കഴിയുമ്പോൾ ഔട്ട് ഓഫ് ദി പ്ലെയിൻ ആണ്, ഇവിടെ ഇൻ ടു ദി പ്ലെയിൻ ആണ്. സോ ഇവിടുത്തെ വാല്യൂ RF ആയിരിക്കും, ഇവിടുത്തെ അതിൻ്റെ ഓപ്പോസിറ്റ്. ഇവിടെ നമ്മൾ RF എടുത്തു കഴിഞ്ഞാൽ ഇവിടെ -RF ആയിരിക്കും. ഇത് ഇൻ ടു ദി പ്ലെയിൻ അല്ലേ, ഇൻ ടു ദി ഉള്ളിലേക്കല്ലേ, ഇത് നമുക്ക് മൈനസ് എടുക്കാം. ഇവിടെ ഇത് പുറമേക്ക് വരുന്നത് +RF എടുക്കാം. അപ്പോൾ +RF -RF ഇറ്റ് വിൽ ബി, ടോർക്ക് വിൽ ബി 0. ഓക്കെ, ടോർക്കിൻ്റെ വാല്യൂ 0 ആയിരിക്കും. ഇവിടുത്തെ നെറ്റ് ടോർക്ക് എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഇനി ഇവിടെ ഫോഴ്സിൻ്റെ വാല്യൂ എന്താണ്? ഫോഴ്സ് ഇവിടെ നമുക്ക് രണ്ടും ഒരേ ഡയറക്ഷനാണ്. സോ ഇത് +F, ഇത് +F. സോ the total force will be equal to 2 into F ആയിരിക്കും. Okay, so here force is not equal to 0, net force is not equal to 0, but the torque is 0. Torque 0 ആയിരിക്കും. Okay, so this is the second case. ഇനി ഇവിടെ എടുത്തു കഴിഞ്ഞാൽ എന്താ വരിക? ഇവിടെ നമ്മൾ ഈ പോയിന്റിൽ ടോർക്ക് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ റൈറ്റ് ഹാൻഡ് ആറിൻ്റെ ഡയറക്ഷനിൽ വയ്ക്കുക. ഫോഴ്സിൻ്റെ ഡയറക്ഷനിൽ നിങ്ങൾ ഫിംഗേഴ്സ് കേൾ ചെയ്ത് കഴിഞ്ഞാൽ യുവർ തമ്പ് ഈസ് ഔട്ട് ഓഫ് ദി പ്ലെയിൻ ഓഫ് ദി ഔട്ട് ഓഫ് ദി സ്ക്രീൻ അല്ലേ. നമ്മൾ ടുവേർഡ്സ് യു ആയിട്ടാണ് ടോർക്കിൻ്റെ ഡയറക്ഷൻ വരുന്നത്. സോ ടോർക്ക് ഇസ് ഈക്വൽ ടു R into F. പിന്നെ ഫോഴ്സിൻ്റെ വാല്യൂ വിൽ ബി ഈക്വൽ ടു നെറ്റ് ഫോഴ്സ് ഇസ് ഈക്വൽ ടു F. ഒരു ഫോഴ്സ് മാത്രമേ ഇവിടെ ആക്ട് ചെയ്യുന്നത്. ഓക്കെ, ഇവിടത്തെ കേസിൽ ടോർക്കും ഉണ്ട്, അതുപോലെ ഫോഴ്സും ഉണ്ട്. അപ്പോൾ ഇത് ഓരോ കേസിലും നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ടോർക്കും ഫോഴ്സും എൻ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള രണ്ട് ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ അത് ഓരോ സിസ്റ്റത്തിലും ഡിഫറെൻ്റ് ആയിരിക്കും. ഓക്കെ, അപ്പം ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ ടോർക്കും ആംഗുലർ മൊമെൻറ്റും തമ്മിലുള്ള റിലേഷൻ എന്താണെന്ന് നോക്കുന്നത്. ഇത് ടോർക്ക് ആൻഡ് ആംഗുലർ മൊമെൻറ്റം. ടോർക്കും ആംഗുലർ മൊമെൻറ്റവും തമ്മിലുള്ള റിലേഷൻ നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ആംഗുലർ മൊമെൻറ്റം L ആണ്. സോ നൗ യു ആർ ഗോയിങ് ടു ഫൈൻഡ് ഔട്ട് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലർ മൊമെൻറ്റം, ദാറ്റ് ഈസ് dL/dt. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലർ മൊമെൻറ്റം ഇസ് dL/dt. അപ്പോൾ Lനെ നമുക്ക് മൊമെൻറ്റ് ഓഫ് ലീനിയർ മൊമെൻറ്റം ആയിട്ട് എഴുതാം, ദാറ്റ് ഈസ് R cross P എന്ന് എഴുതാം, d/dt of R cross P. ഇനി നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ റൂൾ എടുത്തു കഴിഞ്ഞാൽ ഇത് ഡെറിവേറ്റീവ് ആണ് അല്ലേ. ഫസ്റ്റ് ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഇൻറ്റു ഡെറിവേറ്റീവ് ഫസ്റ്റ്, അങ്ങനെ എടുക്കാം. സോ ദിസ് വിൽ ബി dr/dt ക്രോസ് പി പ്ലസ് R cross dp/dt അല്ലേ. ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ദി സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ദി ഫസ്റ്റ്. അപ്പോൾ അങ്ങനെയാണ് ഇവിടെ വരുന്നത് dr/dt ക്രോസ് പി പ്ലസ് R cross dp/dt. അപ്പോൾ ഇവിടെ നമുക്ക് dr/dt എന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് പൊസിഷൻ. അതെന്താണ്? dr/dt എന്ന് പറയുന്നത് വെലോസിറ്റിയാണ്. സോ ഇവിടെ വെലോസിറ്റി വരും, v വരും. p എന്ന് പറയുന്നത് m into v ആണ്. സോ m കോൺസ്റ്റൻ്റ് ആണ്, ഇവിടെയും v വരും. സോ യു വിൽ ഗെറ്റ് v cross v ഇവിടെ വരും. v cross v എന്ന് പറഞ്ഞാൽ ക്രോസ് പ്രൊഡക്റ്റ് ഓഫ് എനി വെക്റ്റർ വിത്ത് ഇറ്റ് സെൽഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? 0 ആണ്. അതായത് സൈൻ വാല്യൂ sin 0 എന്ന് വരും. ആംഗിൾ ബിറ്റ്വീൻ ദ സെയിം വെക്റ്റർ v cross v എന്ന് പറഞ്ഞാൽ v sin 0 വരും. sin 0ൻ്റെ വാല്യൂ 0 വരും. സോ ദിസ് ടേം വിൽ ബി 0. ഈ ടേം ഉണ്ടാവില്ല. യു വിൽ ഗെറ്റ് ഓൺലി ദിസ് വൺ. അപ്പോൾ ഇവിടെ dr/dt ക്രോസ് p v ക്രോസ് mv ആണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 0. ഓക്കെ, സോ ഇവിടെ R ക്രോസ് dp/dt എന്ന് വരും. dp/dt എന്ന് പറഞ്ഞാൽ d/dt of mv, that is m into v ആണ് p. സോ m കോൺസ്റ്റന്റ് പുറത്തെടുത്തു കഴിഞ്ഞാൽ m into dv/dt എന്ന് വരും. dv/dt എന്ന് പറയുന്നത് എന്താണ്? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി, ദാറ്റ് ഈസ് ആക്സലറേഷൻ.
സോ എം ഇൻറ്റു ഡി പി ബൈ ഡി ടി എന്ന് പറയുന്നത് എം ഇൻറ്റു എ ആണ്. എം ഇൻറ്റു എ എന്ന് പറയുന്നത് ഫോഴ്സ് ആണ്. സോ ഡി പി ബൈ ഡി ടി എന്ന് പറയുന്നത് യു ക്യാൻ സേ ദാറ്റ് ഇറ്റ് ഇസ് ഫോഴ്സ്. അപ്പോൾ ഈ ടേം എന്ന് പറയുന്നത് എന്താണ്? ആർ ക്രോസ് എഫ് ആണ്. സോ ആർ ക്രോസ് എഫ് എന്ന് വരുന്നത് ഡി പി ബൈ ഡി ടി ഈസ് ഫോഴ്സ്. ബിക്കോസ് എന്താണ്? എം ഇൻറ്റു ബി ആണ്. സോ എം ഇൻറ്റു ഡി വി ബൈ ഡി ടി, എം ഡി വി ബൈ ഡി ടി ഇസ് എ. സോ എം ഇൻറ്റു എ ഈസ് ആക്സിലറി ഫോഴ്സ്. സോ ആർ ക്രോസ് എഫ് എന്നാണ് ഈ ടേം വരിക. ദിസ് ടേം വിൽ ബിക്കം ആർ ക്രോസ് എഫ്. So R cross F is equal to tau. Okay. So we have dl by dt is equal to tau. So rate of change of angular momentum is torque. This is a very important relation. Rate of change of angular momentum is torque. Okay. ഇനി നമുക്ക് ഇതിനൊരു റിസൾട്ട് നമുക്ക് കാണാൻ പറ്റും. അതായത് ഇഫ് ടോർക്ക് ഇസ് സീറോ, ടോർക്ക് സീറോ ആകുമ്പോൾ എന്താണ്? അത് ഡയറക്റ്റ് കോൺസിക്വൻസ് എന്താണ്? ഡി എൽ ബൈ ഡി ടി ഇസ് സീറോ. ഡി എൽ ബൈ ഡി ടി എന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് എ ക്വാണ്ടിറ്റി സീറോ എന്ന് എപ്പോഴാവുക? വെൻ ദാറ്റ് ക്വാണ്ടിറ്റി ഈസ് എ കോൺസ്റ്റൻറ്റ്. അല്ലേ? കൺസിഡേർഡ് അല്ലെങ്കിൽ കോൺസ്റ്റൻ്റ് ആവുന്ന സമയം. ഈ കോൺസ്റ്റൻറ്റിൻ്റെ ഡെറിവേറ്റീവ് ആണ് സീറോ ആവുക. സോ യു ക്യാൻ സേ ദാറ്റ് ഇഫ് ടോർക്ക് ഈസ് സീറോ, the angular momentum is conserved and the angular momentum, that is the angular momentum is constant. അതായത് ഇതിൻ്റെ both direction and magnitude will be a constant. This is a very important result. Okay. ഇത് ഓർത്തിരിക്കുക. Rate of change of angular momentum is torque, and when dl by dt is zero, then when torque is zero, the angular momentum is conserved. Okay. So now next we will see the application of torque. അതിൽ നിന്ന് നമ്മൾ ഡയറക്റ്റ് ഒരു എക്സാമ്പിൾ ചെയ്തിട്ട് എങ്ങനെയാണ് ടോർക്കിൻ്റെ പ്രോപ്പർട്ടീസ് എങ്ങനെയാണ് നമുക്ക് യൂസ്ഫുൾ ആവുന്നത് എന്നാണ് നോക്കുന്നത്. ഓക്കെ, താങ്ക് യു.